Hey everyone, so welcome to my 29th birthday vlog. ചെറിയൊരു സർപ്രൈസൊക്കെ ആയിട്ടാണ് ഇത്തവണത്തെ ബർത്ത്ഡേ സ്റ്റാർട്ട് ചെയ്തത്. ലൈക്ക് എല്ലാ വർഷവും പോലെ എല്ലാ വർഷവും അർജുൻ്റെ വക എന്തെങ്കിലും ഒരു സർപ്രൈസും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. ഇത്തവണ അർജു കുറച്ച് മറന്നുപോയെങ്കിലും ഓഫീസിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്ന വഴി ഒരു ക്യൂട്ട് കേക്കൊക്കെ വാങ്ങി ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഗിഫ്റ്റ് എനിക്ക് തന്ന വീഡിയോ ആക്ച്വലി ഞങ്ങൾ എടുത്തില്ല, കാരണം എന്നോട് കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ കണ്ടുപിടിച്ച് ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഡ്രസ്സായിരുന്നു. പക്ഷെ എനിക്ക് കുറച്ച് സൈസ് വലുതായിപ്പോയി. അപ്പോൾ അത് ഈവനിങ് ഇന്ന് പോയിട്ട് മാറ്റണം. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ കാണിച്ചു തരാം. പക്ഷേ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ട് വരാം. ഹഗ് കൊടുക്കണേ എങ്ങനെയാ? ബർത്ത്ഡേ ഒന്നും അങ്ങനെ പ്ലാൻ വെച്ചിട്ട് ആഘോഷിക്കേണ്ട കാര്യമല്ല. ഇറ്റ്സ് എ കോമൺ തിങ് ആണ്. എന്റെ സർപ്രൈസ് എന്താന്ന് പറ. ഒരു സർപ്രൈസ് എന്ത് സർപ്രൈസ്? കേക്ക് മേടിച്ചിട്ട് 12 മണിയാകുമ്പോൾ കേക്ക് കട്ടിയും. ദാറ്റ് ഈസ് സർപ്രൈസ്. ഗിഫ്റ്റ് ഒക്കെ എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞ തവണ തന്ന പോലെ. കഴിഞ്ഞ തവണല്ലോ, കുറെ വർഷങ്ങളായിട്ട് ഗിഫ്റ്റ് കിട്ടുന്നില്ലേ? ഏതെങ്കിലും ഒരു വർഷം ഗിഫ്റ്റ് കിട്ടാണ്ടിരിക്കട്ടെ. എപ്പോഴും ഒരേപോലെ ഒരു സുഖമില്ലല്ലോ അല്ലേ? കേക്ക് ഒന്നുകൂടി ഹാപ്പി ബർത്ത്ഡേ ഉമ്മ. അമ്മ തട്ടെ ഒരു ഹഗ് തരും അമ്മയ്ക്ക്. എനിക്കിതുവരെ കിട്ടിയതിൽ ഫസ്റ്റ് ടൈമാണ് അർജു ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ അമ്മ ഫ്രം ജാനി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വരണേ. ജാനിയുടെ കൂടെ ഇതെൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ. പക്ഷേ ഇത്തവണ ഇങ്ങനത്തെ റൈറ്റിങ്ങിലൊക്കെ കേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണലായി പോയായിരുന്നു ആദ്യം. ഇതമ്മക്കിതാ അമ്മക്ക് താങ്ക് യു. ഉണ്ട് അച്ചാച്ചി കൊടുക്ക അച്ചാച്ചി കൊടുക്ക അച്ചാച്ചി കൊടുക്ക. വേണ്ട അർജു, അർജു കുരു വരും. വേണ്ട തുറന്നു വരും. പിന്നെ ഇന്ന് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങളുടെ ഒരു കസിൻ്റെ കല്യാണം തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ആളുടെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ചടങ്ങ് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഇന്ന് നമുക്കിവിടെ ഒരുപാട് ഗസ്റ്റും ഒരുപാട് ആൾക്കാരും എല്ലാം വരുന്നതാണ്. നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ അതിൻ്റെ കൂടെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത് പോകുന്നത്. എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനായിട്ടൊന്നും നമ്മൾ ഫംഗ്ഷൻ്റെ ഇടയിലൊന്നും വെച്ചിട്ടൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞു, നമ്മൾ ഇത്ര ആളുള്ളപ്പോൾ അതിനിടയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പോകണ്ട, നമുക്ക് വൈകിട്ട് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒക്കെ പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടുത്തെ ജസ്റ്റ് ഇന്നത്തെ ഒരു ഡേ എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത് നമുക്ക് കാണാം. അങ്ങനെ രാവിലെ ഒരു 10:30 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഗസ്റ്റ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ശ്രീകുട്ടനും അർജു ആയിരുന്നു അവരുടെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഇൻചാർജ്. ഭയങ്കര അടിപൊളിയായിട്ട് ഇളനീർ ഷേക്ക് അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫാമിലി, റിലേറ്റീവ്സ് എല്ലാവരും എത്തി. അത് തൊട്ടിട്ട് ശ്രീകുണ്ട കണ്ണിൽ വെച്ചു കൊടുക്ക്, കണ്ണിൽ വെച്ചു കൊടുക്ക്. ശ്രീകുണ്ട കണ്ണിൽ തൊട്ട് നോക്ക്.
ഹഗ് കൊടുക്കൂ, ഹഗ്. ജാനി ഒരാൾക്ക് ഹഗ് കൊടുക്ക. അമ്മയ്ക്കല്ല, അമ്മയ്ക്കല്ല, ചേച്ചിമാർക്ക് ഒരാൾക്ക് ഹഗ് കൊടുക്ക്. അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്കും നമ്മുടെ ഊണെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. സദ്യയായിട്ടും ബിരിയാണി ആയിട്ടും എല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വേണ്ടിയിട്ട്. അങ്ങനെ പയ്യെ ഒരു 12:45 1 മണിയായപ്പോഴത്തേക്കും നമ്മളെല്ലാവർക്കും ഊണ് വിളമ്പാൻ തുടങ്ങി. ആദ്യം തന്നെ നമ്മുടെ വിരുന്നുകാർക്കാണ് ആദ്യം കൊടുത്തത്. അത് കഴിഞ്ഞ് നമ്മൾ പയ്യെ പുറകെ എല്ലാ നമ്മുടെ ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരും കഴിക്കാനിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ അവർക്ക് ചായ പലഹാരങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവർ ചായ കുടിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഒരു 4:45 ആയപ്പോഴത്തേക്കും പയ്യെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങളെല്ലാവരും ചായ കുടിക്കാനിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ജാനി കുറച്ച് പായസം കുടിക്കാനിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ചെറിയ പെരുന്നാളല്ലേ, അപ്പോൾ പിന്നെ പെരുന്നാളിന് ബിരിയാണി കഴിക്കാതെ എങ്ങനെയാണ്. അപ്പം ഞങ്ങൾക്കൊരു ക്ഷണം ഉണ്ടായിരുന്നൊരു വീട്ടിൽ പോയിട്ട് കുറച്ച് മന്തി, ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചിട്ട് വേറെ വയറിന് സ്ഥലമില്ല, പക്ഷെ കഴിക്കാതെ നിർത്തിയില്ലാത്ത കാരണം അവിടെ പോയിട്ട് കുറച്ച് മന്തി കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. യെസ്, അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുവരെയുള്ള എല്ലാ വീഡിയോസും ഇതുവരെയുള്ള എന്തൊക്കെ നടന്നതെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. എനിക്കിന്നിപ്പോൾ ആക്ച്വലി ഇങ്ങനെ നമ്മുടെ ഒരുപാട് ഗസ്റ്റും ഫാമിലി റിലേറ്റീവ്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ ബർത്ത്ഡേ ആണെന്ന് എനിക്കൊരു തോന്നൽ അങ്ങനെ ഇല്ല. പക്ഷേ എല്ലാവരും കൂടി ഉണ്ടായിരുന്നു, എല്ലാവരും വിഷ് ചെയ്തു. ഒരുപാട് താങ്ക് യു. എനിക്ക് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും വാട്സാപ്പിലാണെങ്കിലും എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും എന്നെ വിഷ് ചെയ്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ആ എടുക്കുന്ന ടൈമിനും എഫേർട്ടിനും ഐ ആം റിയലി ഗ്രേറ്റ്ഫുൾ. പിന്നെ യെസ്, അപ്പം ഇത്രയും ഹെക്റ്റിക്കായിട്ടൊരു നമുക്കിവിടെ ഗസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ നിന്ന് പെരുന്നാളും കൂടിയായിരുന്നു, ചെറിയ പെരുന്നാളായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. ഈ വീഡിയോ വരുമ്പോൾ എന്തായാലും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ സ്റ്റിൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളൊന്ന് ഓടിപ്പോയി ഒരിടത്ത് പെരുന്നാളൊന്ന് കൂടിയിട്ട് വന്നു. 1-2 സ്ഥലത്തും കൂടെ പോകാനുണ്ടായിരുന്നു. പക്ഷെ ഓൾറെഡി ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ കഴിച്ച് വയറിൽ തീരെ സ്ഥലമില്ലെന്ന അവസ്ഥ ആയിപ്പോയി. അപ്പോൾ ഓടിപ്പോയി ഒരു സ്ഥലത്ത് മാത്രം തല കാണിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. ഇനിയിപ്പോൾ നൈറ്റ് ഇവിടെ നമ്മുടെ അത്യാവശ്യം റിലേറ്റീവ്സ് കൂടെ കാണും. അപ്പോൾ പെരുന്നാളൊക്കെ കൂടി വന്ന് ഭയങ്കര ടയേർഡായി പോയിട്ടുണ്ട് ഇതുവരെയൊക്കെ ഞാൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് വീട്ടിലൊക്കെ ഒന്ന് വിളിക്കണം. ഇതുവരെ വീട്ടിലൊന്നും അങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ
രാവിലേക്ക് വിളിച്ച് അത്യാവശ്യം വിശേഷം പറയണത്. ഇന്നിപ്പോൾ അതിനുള്ള നേരമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഒന്ന് എല്ലാവരെയും വിളിച്ച് സംസാരിക്കണം, എനിക്കൊന്ന് ഫ്രഷ് ആവണം. ഇനി ഞാൻ ഈ വ്ലോഗ് ഇന്നിപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. എൻ്റെ മനസ്സിൽ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞില്ല, എനിക്ക് അർജു ഒരു കുർത്ത ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് ലൂസാണ്, പക്ഷെ അത് മാറ്റി വാങ്ങിക്കാം എന്നാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കണം. അപ്പോൾ ഇന്നിപ്പോൾ ഈദായതുകൊണ്ട് എവിടെയും ഇന്ന് ഓപ്പൺ ആയിരിക്കില്ല കടകളൊന്നും. അപ്പോൾ നാളെ സാറ്റർഡേ ആണ്, ജോലിയില്ല. എന്നാൽ പിന്നെ പയ്യെ അങ്ങനെ പോയി. അതുപോലെ അച്ഛൻ എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഗിഫ്റ്റ് അച്ഛൻ്റെ വക. അപ്പോൾ അച്ഛനെയും ഒന്ന് കൊണ്ടുപോകണം എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പോയിട്ടുള്ള ആ കുറച്ച് വിഷ്വൽസും കൂടെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ കണ്ടിട്ട് വരാം, അന്നത്തെ വിശേഷം കൂടെ. അതായത് മിക്കവാറും നാളെ ആയിരിക്കും ഞങ്ങൾ പോകണ്ടാവുക. അപ്പോൾ ഞാൻ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ വ്ലോഗ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം വൈകിട്ടായപ്പോഴത്തേക്കും അച്ഛനും ഞാനും അമ്മയും ജാനീനെയും കൂട്ടിയിട്ട് നേരെ കുറ്റ്യാടിക്ക് പോന്നു. പുതിയൊരു കട പ്രീതി സിൽക്ക് അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു ഒന്ന് അവിടെ പോയി നോക്കാം കളക്ഷനൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. അപ്പോൾ അച്ഛൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അവിടെ നിന്നാക്കാമെന്ന് കരുതിയിട്ട് അമ്മയും ഞാനും കൂടെ അവിടെ പോയി അത്യാവശ്യം കുർത്തകളൊക്കെ നോക്കിയിട്ട് എനിക്കിഷ്ടപ്പെട്ടൊരു കുർത്ത സെറ്റെല്ലാം എടുത്തു. കൂടെ അമ്മയും എടുത്തു. ജാനി പിന്നെ എവിടെ പോയി കഴിഞ്ഞാലും കുറച്ച് ആൾക്കാരെ കണ്ടുപിടിച്ച് ഫ്രണ്ട്സാവും. അവിടെ നിന്ന് അപ്പോൾ ബലൂണെല്ലാം കിട്ടി. അവളങ്ങനെ നടന്ന് ഹാപ്പി ആയിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണമായിരുന്നു അർജു തന്ന ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, അതായത് മാറ്റി വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പേരാമ്പ്രയിലുള്ള ട്രെൻഡ്സ് എന്നാണ് അർജു എനിക്ക് ഗിഫ്റ്റ് വാങ്ങിയിട്ട് വന്നത്. അപ്പം ഞങ്ങൾ അവിടെ തന്നെ പോയിട്ട് മാറ്റാമെന്ന് കരുതിയിട്ടാണ് നേരെ കുറ്റ്യാടിയിൽ നിന്ന് പേരാമ്പ്രയ്ക്ക് പോയത്. അങ്ങനെ ഞാൻ എൻ്റെ സൈസിലുള്ള കുർത്ത ചൂസ് ചെയ്തു. ഇതേ കുർത്ത തന്നെ വലിയ സൈസ് അർജു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അർജുൻ്റെ സെലക്ഷൻ അല്ലേ, അപ്പോൾ വേറെ മാറ്റമുണ്ടാകുന്ന കരുതിയിട്ട് ഞാൻ അതേ ഡ്രസ്സ് തന്നെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങി. പിന്നെ വീട്ടിൽ പോകുന്ന വഴിക്ക് ജാനിക്ക് കുറച്ച് നട്ട്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അവൾക്ക് ഞാൻ കുറുക്ക് കൊടുക്കുമ്പോൾ നട്ട്സ് പൗഡർ അതിൽ കൂടെ മിക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നട്ട്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു. എല്ലാം വാങ്ങിയിട്ട് വഴിയിൽ നിന്ന് ഒരു ജ്യൂസും കുടിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. പിന്നെ ഒരു കാര്യം കൂടെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഹൈപ്പ് ബട്ടൺ ഉള്ളത് എല്ലാവരും ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതാകുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഈ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.